വയനാട് മാനന്തവാടിയിൽ പ്രവീണയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ദിലീഷിനെയും പ്രവീണയുടെ കാണാതായ 9 വയസ്സുകാരിയെയും കണ്ടെത്തി സമീപത്തെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇരുവരും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 9 വയസ്സുകാരിയായ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രതി ദിലീഷിനൊപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. വയനാട് അപ്പപ്പാറയിലാണ് പ്രവീണ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടത്. ഒരു കുട്ടിക്ക് ചെവിക്ക് പരിക്കേറ്റിരുന്നു, മറ്റൊരു കുട്ടിയെ കാണാതാവുകയായിരുന്നു. ആഷിഖ് റഹ്മാൻ ഉണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ആഷിഖ്, എപ്പോഴാണ് ഇവരെ കണ്ടെത്തിയത്? കുട്ടി സുരക്ഷിതയാണെന്നോ അല്ലേ? കുട്ടി സുരക്ഷിതയാണ്. ഈ സമീപത്തുള്ള ഒരു തോട്ടത്തിൽ വെച്ചാണ് ഈ കുട്ടിയെയും ഈ ദിലീഷിനെയും കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടുപേരും ഈ തോട്ടത്തിൽ ഒളിച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അവരെയും കൊണ്ട് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അല്പസമയത്തിനുള്ളിൽ ആ ഒരു ദൃശ്യം കാണിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ പ്രതി ദിലീഷും അതുപോലെ തന്നെ ഈ 9 വയസ്സുള്ള കുട്ടി അഭിനയെയും കാണാതാകുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി പരിശോധന ആരംഭിച്ചത്. വ്യാപകമായ പരിശോധന ഈ ഒരു പരിസരത്ത് പോലീസ് ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി രണ്ടുപേരെയും സമീപത്തെ തോട്ടത്തിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 9 വയസ്സാണ് ഈ അഭിനയ്ക്കുള്ളത്. അതിനാൽ തന്നെ വലിയ ഭീതിയാണ് ഉണ്ടായിരുന്നത്. അടുത്ത കാടുകളെല്ലാം ഉള്ളതിനാൽ തന്നെ അവിടേക്ക് പോയി എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നോക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഇപ്പോൾ പോലീസ് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ പ്രവീണ ഈ മകളുടെ അമ്മയായിട്ടുള്ള പ്രവീണ ഇന്നലെ രാത്രി തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ചെറിയ കുടുംബപരമായ ചെറിയ തർക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു മകൾ അനർഘ, 14 വയസ്സുള്ള മകൾ അനർഘയെ ഇന്നലെ ചെറിയ പരിക്കുകളോടുകൂടി മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ നിലവിൽ ഇപ്പോൾ പിടികൂട്ടിയിട്ടുണ്ട്. ദിലീഷ് എന്നാണ് പേര്. അദ്ദേഹം ഇവരുടെ പങ്കാളിയായി ജീവിക്കുന്ന ഒരാളാണ്. ഏകദേശം 6 മാസത്തോളമായി ഈ പ്രദേശത്ത് അപ്പപ്പാറയിൽ ഇത് താമസിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ചെറിയ തർക്കങ്ങളുടെ പേരിൽ ഈ അപർണയെ കൊല്ലപ്പെടുന്ന ചെറിയ സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഈ മകളെയും ദിലീഷിനെയും രാത്രിയോടുകൂടി കാണാതായത്. വനംവകുപ്പും പോലീസും അടക്കമാണ് ഇന്നലെ പരിശോധന നടത്തിയത്. കാടടക്കം ഈ ഒരു വനപ്രദേശമായതിനാൽ തന്നെ ഈ കാടിനുള്ളിൽ വരെ കയറി പരിശോധന നടത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് അല്പസമയം മുമ്പ് ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ആശ്വാസകരമായ കാര്യമെന്ന് പറയണം. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടിയാണ്, 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എന്നുള്ള വലിയൊരു ആശങ്ക നിലവിൽ പോലീസിനുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇവരെയും കൊണ്ട് ഇപ്പോൾ പോലീസ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രതിയും കൊണ്ട് സ്റ്റേഷനിലേക്ക് നേരെ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടതുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിനടക്കം ഉണ്ടായ കാരണം എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ഇന്നലെ രാത്രി നടന്ന ക്രൂരമായ കൊലപാതകമാണ്. ഇതിൽ വലിയ രീതിയിലാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള യുവതിക്ക് പരിക്കേറ്റുള്ളത്. മകൾക്കും കഴുത്തിനും ഈ ചെറിയ ചെവിക്കും പരിക്കേറ്റിരുന്നു. ഈ ആക്രമണം കണ്ടാണ് ഈ ചെറിയ മകൾ അവിടെ നിന്ന് മാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുന്ന് പേടിച്ചോടിയെന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ ദിലീഷ് ഈ കുട്ടിയും കൊണ്ട് പോവുകയായിരുന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ദിലീഷിനെയും ഈ കുട്ടിയും ഒരുമിച്ചാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇപ്പോൾ ഈ പ്രതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. ബിനിൽ, ആഷിഖ്, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. എന്താണ് ഈ പ്രതി കൃത്യം ചെയ്യാനുള്ള കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല അഭ്യൂഹങ്ങളുമുണ്ട്. അതിലൊരു വ്യക്തത ഇനിയിപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നതിലൂടെയായിരിക്കും വരിക. പോലീസിന്റെ അന്വേഷണം ഏത് വിധത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിയെയും കാണാതായ കുട്ടിയെയും കണ്ടെത്തിയ സാഹചര്യത്തിൽ? തീർച്ചയായും അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായി ചെറിയ വാക്കുതർക്കം ഇവർ തമ്മിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ വീടിന് സമീപത്തായി മറ്റ് വീടുകളില്ലാത്തതിനാൽ തന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊരു കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതിയെ ദിലീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഭർത്താവുമായി മാറി താമസിക്കുകയായിരുന്നു ഈ പ്രവീണ. തുടർന്ന് ദിലീഷുമായി ഏകദേശം 6 മാസത്തോളമായി ഇവിടെ ഈ അപ്പപ്പാറയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇവർ തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് വിശദീകരിക്കുന്നത്. ശേഷമാണ് ഈ പ്രവീണയ്ക്കെതിരെയുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയം തന്നെ മകൾ അനർഘയും ഈ പ്രതി ആക്രമിക്കുന്നു. അനർഘക്ക് വലിയ പരിക്കില്ലെങ്കിൽ പോലും കഴുത്തിനും അതുപോലെ തന്നെ ചെവിക്കും പരിക്കേൽക്കുന്നു. തുടർന്ന് അനർഘയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ യുവതിയായിട്ടുള്ള കൊല്ലപ്പെട്ട അപർണ ഇന്നലെ ആ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ മകളെ നോക്കിയ സമയത്ത് 9 വയസ്സുകാരിയായിട്ടുള്ള മകളെ കാണാതാകുന്നത്. ദിലീഷിന് ഈ കൊലപാതകത്തിന് ശേഷം അവിടുന്ന് പോയിരുന്നു.
അതേസമയം തന്നെ ഈ മകളെയും കാണാതായതാണ് ഏറെ ഭീതിപ്പെടുത്തിയത്. ഒരുപക്ഷെ മകൾ എവിടെയെങ്കിലും മാറി നിന്നാണ്, അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലേക്ക് മാറിയോ എന്നതാണ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നത്. പക്ഷേ രാവിലെയായിട്ടും ഈ കുട്ടിയെ കാണാതായതോടെയാണ് പോലീസ് ഒരു പരിശോധന നടത്തിയത്. വനപ്രദേശം അതിനെ തന്നെ വനത്തിനുള്ളിലേക്കുള്ളിക്കടക്കം കയറിയായിരുന്നു പരിശോധന. അതിന് പിന്നാലെയാണ് ഈ രണ്ടുപേരെയും ഒരേ സമയം ഈ കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടതുണ്ട്. ദിലീഷിനെ എന്താണ് ഈ കൊലപാതകത്തിനടക്കം പ്രേരണയായ കാരണം നടക്ക കാര്യം പോലീസ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ നേരെ മനസ്സിലാക്കുന്നത് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിയും കൊണ്ട് പോവുക. അവിടെ ചെന്ന് കൂടുതൽ ചോദ്യം ചെയ്യലും ഒരുപക്ഷെ എന്തെങ്കിലും പരിക്കടക്കം പറ്റിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ അടക്കം എടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടേക്കുള്ള യാത്രയിലാണ് പോലീസ് അടക്കം സംഘം.